പണ്ട് മുതലേ ഒരു ഇതായിരുന്നു, എനിക്ക് കഴിയാത്തൊന്നുമില്ല എന്നൊരു ചിന്തയാണ് ചെറുപ്പം മുതലേ. ആരെങ്കിലും ഡിഫിക്കൽട്ടി ആണ് എന്നൊരു കാര്യം പറഞ്ഞാൽ അത് ഞാൻ ചെയ്യും എന്നൊരു ചിന്തയാണ് തുടക്കം മുതലേ ഉണ്ടായിരുന്നത്. ഐഫറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. ഐഫറിന്റെ മെറ്റീരിയലുകൾ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വായിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കൂടെ ഐഫറിന്റെ ആപ്പിൽ അവൈലബിൾ ആയ യൂണിറ്റ് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, കാറ്റഗറൈസ്ഡ് വൈക്കും ഇതൊക്കെയാണ് ചെയ്തത്. UGC NTA 2025 ജൂണിൽ നടത്തിയിട്ടുള്ള നെറ്റ് എക്സാമിൽ അറബിക്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള മുഹമ്മദ് നിസാമാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിന്റെ നെറ്റുമായി ബന്ധപ്പെട്ട ജേണി എങ്ങനെയായിരുന്നു, അദ്ദേഹം സ്വീകരിച്ച സ്ട്രാറ്റജി എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നിസാം, നിങ്ങളുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, SSLCക്ക് ശേഷം പൂർണ്ണമായും ഡിസ്റ്റൻസ് മോഡിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. പല കുട്ടികളും റെഗുലറായിട്ട് പഠിക്കുന്നവരാണ്. റെഗുലറായി പഠിക്കുന്ന ആളുകൾ പോലും നെറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷനിൽ വളരെ ഡീപ്പായിട്ടുള്ള കണ്ടന്റുകളാണ്, സിലബസ് വളരെ ആഴമുള്ളതാണ് എന്നൊക്കെയാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. അപ്പൊ തീർത്തും ഡിസ്റ്റൻസ് മോഡിൽ പഠിച്ച നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് അറിയാനുള്ളത്. ഡിസ്റ്റൻസ് ആയി പഠിച്ചെന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊന്നും നെറ്റ് നേടണം എന്നുള്ളൊരു അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നെറ്റിന്റെ ജേണി ആദ്യമായിട്ട് തുടങ്ങുന്നത് തന്നെ ഐഫറിന്റെ കൂടെയാണ്. ഐഫറിന്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഐഫറിൽ എത്തുന്നത്. നമുക്കൊന്ന് നെറ്റ് എക്സാം എഴുതിക്കൂടെ എന്ന് ചോദിച്ചൊരു സുഹൃത്ത് കോൾ ചെയ്തു. അന്ന് രാത്രി തന്നെ ഞാൻ ഐഫറുമായി ബന്ധപ്പെട്ടു, അന്ന് തന്നെ അഡ്മിഷൻ എടുത്തു. അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ നെറ്റ് എക്സാമിലേക്ക് കടക്കുന്നത്. നെറ്റ് എക്സാം എന്താ എന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ആ ഫസ്റ്റ് ടേമിൽ തന്നെ ഒരു 1.5 മാസം എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. അതിൽ തന്നെ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടി പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടി നോക്കുമ്പോൾ എനിക്ക് അറബി ആയിരുന്നു ഡിഫിക്കൽട്ടി. കാരണം ഈ ഇയറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല പഠിക്കുന്നത്. ഇത് പഠിച്ചിട്ട് എന്താണ് എന്നൊരു ഇതായിരുന്നു. പിന്നെ അതൊക്കെ പിന്നെ മറികടന്നത് നമ്മൾ ഐഫറിലെ സാറിന്റെ ആ ടെക്നിക്കുകൾ, ഇയറുകളും ബുക്സുകളൊക്കെ ഓർമ്മിക്കാനുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അത് ഫസ്റ്റ് ടൈമിൽ ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ നെറ്റ് ഒരു ആവറേജ് മാർക്കിലാണ് ക്വാളിഫൈ ചെയ്തത്. പിന്നെ സെക്കൻഡ് ടൈമിൽ അത് കൂടി ശ്രദ്ധിച്ചപ്പോൾ എന്തായി, നല്ലൊരു മാർക്കോട് കൂടി നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അപ്പൊ നമ്മള് PGക്ക് അല്ലെങ്കിൽ അങ്ങനെ ഡിസ്റ്റൻസ് ആയി പഠിക്കുന്ന സമയത്ത് നമ്മളൊരു എക്സാം ബേസ്ഡ് മാത്രമുള്ള ഒരു പഠനമായിരിക്കും. നമ്മൾ അത്തരം മറ്റ് റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന പല ഫെസിലിറ്റീസും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പഠനത്തിന്റെ ഒരു രീതി നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നത്. അപ്പൊ അതിനെ മറികടക്കാൻ നിങ്ങൾ കുറെ കൂടി എന്ത് എഫേർട്ടായി ആണ് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. ബിസിനസ് ആയി പഠിക്കുമ്പോൾ നമ്മൾ എക്സാം ഓറിയന്റഡ് മാത്രമായിരിക്കും. എക്സാമിന് ജയിക്കാന്നൊരു ലക്ഷ്യം മാത്രമേ നമ്മളെ മുന്നിൽ ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് മറികടക്കാൻ ഒന്ന് ഈ അറബിക് ഫീൽഡിൽ തന്നെ പഠിച്ചോണ്ട്, ദർസി സിസ്റ്റത്തിൽ പഠിച്ചോണ്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അതൊരു ഹെൽപ്പായിരുന്നു. പിന്നെ പണ്ട് മുതലേ ഒരു ഇതായിരുന്നു, എനിക്ക് കഴിയാത്തൊന്നുമില്ല എന്നൊരു ചിന്തയാണ് ചെറുപ്പം മുതലേ. അപ്പം എന്താണെങ്കിലും ആരെങ്കിലും ഡിഫിക്കൽട്ടി ആണ് എന്നൊരു കാര്യം പറഞ്ഞാൽ അത് ഞാൻ ചെയ്യും എന്നൊരു ചിന്തയാണ് തുടക്കം മുതലേ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഒന്നും കൂടുതൽ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ പേപ്പർ 2 നിങ്ങൾക്ക് അതായിരുന്നു കൂടുതൽ ടഫ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെ അറബിക്കിലെ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഐഫറിന്റെ കൂടെയും ഇനി സെൽഫായിട്ടൊക്കെ ഉള്ള ആ പഠനത്തിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? അത് ഞാൻ മിസ്റ്റേക്ക് വരുത്തിയൊരു കാര്യമാണ്. തുടക്കം മുതൽ ഞാൻ ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുക്കില്ല. ലൈവിൽ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടൂല. മാത്രമല്ല കുറെ സമയം ഇങ്ങനെ ഇരിക്കാൻ, റെക്കോർഡാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടൈമിനനുസരിച്ച് കാണാമല്ലോ. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകൾ കാണും, അതിങ്ങനെ വായിക്കും. അപ്പം വായിക്കുമ്പോൾ നമുക്കത് എല്ലാം ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഞാൻ കുറെ വായിച്ചാല് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓർമ്മ വരുമല്ലോ എന്നുള്ള നിലക്ക് ഐഫറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. ഐഫറിന്റെ മെറ്റീരിയലുകൾ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വായിക്കും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്തായിട്ടില്ല, പഠിച്ചില്ല. അതുപോലെ ഇങ്ങനെ ഓർമ്മിക്കാനുള്ള ടെക്നിക്കുകളൊന്നും ഓർമ്മിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈമിൽ ഒരു മാർക്ക് കുറഞ്ഞു നെറ്റ് ക്വാളിഫൈ ചെയ്തണമെങ്കിലും. പിന്നെ ഇങ്ങനെ വായിക്കുന്നതിനോടൊപ്പം ഓരോ യൂണിറ്റുകളും കഴിയുമ്പോൾ അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതൊക്കെ ചെയ്യും. അതുപോലെ ഓരോ കിതാബുകളും ഇയറൊക്കെ ഓർമ്മിക്കാനുള്ള എന്തെങ്കിലും ടെക്നിക്കുകൾ, അത് പിന്നെ അതിന്റെ ഈ സിലബസിന്റെ PDF ഉണ്ടാവുമല്ലോ, അപ്പൊ അത് മാത്രം വായിച്ചിട്ട് ഒരു ഹെഡിങ് വായിക്കുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട് ഇങ്ങനെ ഓർത്തെടുക്കാം, നമുക്ക് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് പിന്നെ പ്രിപ്പറേഷനിൽ കൊണ്ടുവന്നത്. അറബിക്കുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു? ടെസ്റ്റുകൾ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ കൂടെ മറ്റു ടെസ്റ്റുകൾ ഏതൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കൂടെ ഐഫർ ഇന്ത്യൻ ആപ്പിൽ അവൈലബിൾ ആയ യൂണിറ്റ് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, കാറ്റഗറൈസ്ഡ് PYQ ഇതൊക്കെയാണ് ചെയ്തത്. കൂടുതലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഐഫർ തന്നെയായിരുന്നു കൂടുതലായിട്ട് മറ്റു പുറത്തുള്ള കണ്ടന്റുകളൊന്നും മെറ്റീരിയൽ നമ്മൾ കാര്യമായിട്ട് ആശ്രയിച്ചിട്ടില്ല. ഈ ടെസ്റ്റുകള് ഈ എക്സ്പ്ലനേഷൻ ആ രീതിയിലൊക്കെ വായിച്ചുകൊണ്ട് സീരിയസ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് നെറ്റുമായി ബന്ധപ്പെട്ട് വളരെ അതെ. യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം. അതെ. ഇനിയുള്ള കുട്ടികൾക്ക് ഈ നെറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സജഷൻസ് കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം? ഒന്ന്, നമ്മൾ ആദ്യം എഴുതാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. വെറുതെ ഒന്ന് എഴുതി വെക്കുക അങ്ങനെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുക. വെറുതെ എഴുതി കിട്ടുക എന്നുള്ളതൊന്നും, കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. പിന്നെ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സ്വന്തമായി പഠിച്ചാൽ കഴിയുന്നവരും ഉണ്ടാവും. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഈ മേഖലയിൽ കുറെ പരിചയമുള്ള ആൾക്കാർ ഗൈഡൻസ് തരുമ്പോൾ അതൊരു കൂടുതൽ എഫക്റ്റീവ് ആവുമല്ലോ. അപ്പം ഏതെങ്കിലും ഒരു ഗൈഡൻസ് സ്വീകരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ ഐഫർ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളിപ്പം മുടക്കേണ്ടത് നമ്മുടെ പഠനത്തിനാണ്. ഏറ്റവും വലിയ ക്യാപിറ്റലാണ്. നമ്മളിപ്പം ഒരു മൂലധനമായിട്ട് അത് നമുക്ക് അവശേഷിക്കും. ഇനി അഥവാ നമുക്ക് നെറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇതിലൂടെ മറ്റൊരാൾക്ക് ഗൈഡൻസ് നൽകാൻ പാകപ്പെടുന്ന രൂപത്തിലായിത്തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അടുത്ത ടേമിൽ തന്നെ JRF ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.